Danos paz, danos luz, oh Señor. 2025 നവംബർ മാസം ആദ്യം മുതൽ തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. 2025 നവംബർ മുതൽ 2026-27 കാലഘട്ടത്തിൽ ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്നത് ഈ ഒരു സമയത്തായിരിക്കും. ഇവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ദുരിത ദുഃഖങ്ങൾ ഇവർക്കൊപ്പമുണ്ടായിരുന്നു. എന്നാൽ വലിയൊരു മാറ്റം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോവുകയാണ്. ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. നമുക്ക് തൃക്കേട്ട നക്ഷത്രജാതകരെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. തൃക്കേട്ട നാളിൻ്റെ അവസാനത്തെ കാൽഭാഗത്തിന് ഗണ്ഡാന്തം എന്ന ദോഷമുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുടുംബത്തിൽപ്പെട്ട ചിലർക്കെല്ലാം ചില ദോഷങ്ങൾ സംഭവിക്കുന്നതായി കണ്ടിട്ടുണ്ട്. തൃക്കേട്ടയുടെ 1-ാം പാദത്തിൽ ജനനമുണ്ടായാൽ ജ്യേഷ്ഠനും, 2-ാം പാദത്തിൽ ജനനമുണ്ടായാൽ അനുജനും, 3-ാമത്തെ പാദത്തിൽ ജനിച്ചാൽ പിതാവിനും, 4-ാം പാദത്തിൽ ജനിച്ചാൽ തനിക്ക് തന്നെയും ആപത്തുണ്ടാകുമെന്നാണ് അഭിപ്രായം. തൃക്കേട്ട നാളിനെ 10ആയി ഭാഗിക്കുക. അതിൽ ഓരോ ഭാഗത്തും ജനിച്ചാൽ യഥാക്രമം മാതാവിൻ്റെ മാതാവ്, മാതാവിൻ്റെ പിതാവ്, മാതാവിൻ്റെ സഹോദരി, മാതാവ്, താൻ, തൻ്റെ വംശം, മാതാപിതാക്കളുടെ ഇരുവരുടെയും വംശം, ഭാവി തലമുറ, ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പിതാവ്, കുടുംബം മുഴുവൻ എന്നിവർക്ക് ദോഷമുണ്ടാകുമെന്നാണ് മറ്റൊരഭിപ്രായം. ദോഷങ്ങൾ പൂർണ്ണമായി അനുഭവത്തിൽ വരാൻ ജനന സമയത്തെ ഗ്രഹനില കൂടി പരിഗണിക്കേണ്ടതാണ്. ബുധദശയിൽ ആരംഭിക്കുന്ന ദശാകാലം കേതു, ശുക്രൻ, രവി, ചന്ദ്രൻ, കുജൻ, രാഹു, ഗുരു എന്നിങ്ങനെ കടന്നു പോകുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം ശ്രദ്ധയോടെ മനസ്സിലാക്കിയതിന് ശേഷമേ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ തൃക്കേട്ട നക്ഷത്ര ജാതകർ. ഇവരുടെ പ്രവർത്തനത്തിൽ ഒരു രഹസ്യ സ്വഭാവം നിലനിൽക്കും. ഇവരുടെ ബാല്യം കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും. ഭാവിയിലുണ്ടാകുന്ന ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് ഇവർക്കുണ്ടാകുന്നു. മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ സഹായിക്കാൻ ഇവർ താൽപ്പര്യപ്പെടാറുണ്ട്. ചൊവ്വയുടെ രാശിയായതുകൊണ്ട് എതിരാളികളോട് നിർദാക്ഷിണ്യം പെരുമാറുന്നവരായിരിക്കും. അധ്യാപന വൃത്തിയിൽ കഴിവുള്ളവരായിരിക്കും. സ്ഥിരമായ ഒരു അഭിപ്രായം ഇവർക്കുണ്ടായിരിക്കില്ല. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ്. ക്ഷിപ്രകോപികളും സരസതയോടൊപ്പം വിരസതയും ഇവർക്ക് പെട്ടെന്നുണ്ടാകാറുണ്ട്. തൃക്കേട്ട നക്ഷത്ര ജാതകർ ആരോടും എന്തും തുറന്നു പറയുന്ന പ്രകൃതക്കാരാണ്. ദുരഭിമാനികളും പക്ഷിമൃഗാദികളോട് കരുണ ഉള്ളവരും ഭോഗസുഖങ്ങളിൽ തത്പരരുമായിരിക്കും. പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇവരുടെ പ്രവർത്തനങ്ങളിൽ യാതൊരു കാലതാമസവും ഉണ്ടായിരിക്കുകയില്ല. കഠിനാധ്വാനികളും ചിലപ്പോൾ പുരുഷമായി സംസാരിക്കുന്നവരുമായിരിക്കും. വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരം പുലർത്തും. എന്തിലും എടുത്തുചാടി പ്രവർത്തിക്കുന്നവരും വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവരും മൂക്കിൻ്റെ തുമ്പിൽ കോപമുള്ളവരായും കണ്ടുവരുന്നുണ്ട്. മനസ്സിൽ ഒന്നും സൂക്ഷിച്ചു വയ്ക്കാനുള്ള കഴിവ് ഇക്കൂട്ടർക്ക് കുറവായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാകുകയില്ല. സഹനശക്തി തീരെ കാണാറില്ല. തൃക്കേട്ട നക്ഷത്ര ജാതകർ നല്ല ആരോഗ്യവും മനോഹരമായ മുഖഭാവവും എന്തെങ്കിലും പ്രത്യേകതയുള്ള ബന്ധങ്ങളോടുകൂടിയുള്ളവരുമായിരിക്കും. ആരെയും വേദനിപ്പിക്കണമെന്ന ചിന്ത ഇവർക്കുണ്ടായിരിക്കുകയില്ല. പനി, ഉദരം, ശ്വാസകോശം, പീനസം, നീരിളക്കം, നീർദോഷം എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മാതാവിൻ്റെയും സഹോദരൻ്റെയും മറ്റു ബന്ധുക്കളുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കാറില്ല. മുൻകോപം നിയന്ത്രിക്കാൻ തൃക്കേട്ട നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇനി വരാനിരിക്കുന്ന സമയം തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഇവർക്കിനി രക്ഷപ്പെടാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർ എത്തുന്നത്. ഇതൊരു പൂർണ്ണമായ ഫലമല്ല. ഓരോ നക്ഷത്ര ജാതകരുടെയും ഗ്രഹനിലയനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കാം.
നിങ്ങളുടെ പൂർണ്ണമായ ഫലമറിയുവാൻ നിങ്ങളുടെ ജാതകം പരിശോധിക്കണം. ജാതകം ആവശ്യമുള്ളവർ ജാതക ഫലമറിയുവാൻ അതല്ലെങ്കിൽ വർഷഫലത്തിനായി നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ചുള്ള വരാനിരിക്കുന്ന വർഷങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നതാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവരെ സംബന്ധിച്ച് സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കുക, കുട്ടികളുടെ വിരഹദുഃഖം, ഭർത്തൃവിയോഗം തുടങ്ങി പലവിധ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. മറ്റു ചിലരിൽ സാമ്പത്തികമായ കുറവും പരസഹായത്തോടു കൂടിയ ജീവിതവുമായിരിക്കും ഉണ്ടാവുക. പല വിധത്തിലുള്ള അപവാദങ്ങൾ കേൾക്കാനിടയാവുക. ഇത് മനസ്സിനെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ആരോഗ്യപരമായി വളരെ ശോചനീയമായ അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ഇവർക്കുണ്ടാകാറുണ്ട്. ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. തൃക്കേട്ടയ്ക്ക് അശ്വതി വേദനക്ഷത്രമാണ്. എന്നിരുന്നാലും ഇനി ഇവർക്ക് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ്. ആശകളൊക്കെ നടന്നു കിട്ടുന്ന സമയം, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുന്ന സമയം. ഏതായാലും തൃക്കേട്ടയുടെ ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം ഈ 2 വർഷക്കാലം തന്നെയായിരിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.